ഹായ് ഫ്രണ്ട്സ്, പിനാക്ക അക്കാഡമിയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കടക്കാം. ശ്രദ്ധിക്കുക, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ആണ്. നമ്മൾ കഴിഞ്ഞ ലെക്ചറിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് സ്റ്റേറ്റ് ഓഫ് മാറ്ററിന്റെ ബാക്കിയാണ്, ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ്. ഞാനിന്ന് പഠിപ്പിക്കാൻ പോകുന്ന ഡാൾട്ടൺ ലോ ഓഫ് പാർഷ്യൽ പ്രഷറും അതിന്റെ പ്രോബ്ലവുമാണ്. എല്ലാ എക്സാമിനും പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്, ഡാൾട്ടൺ ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. എന്താ ഡാൾട്ടൺ ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന് വെച്ചാൽ, ഒരു സിലിണ്ടർ എന്തോ ആയിക്കോട്ടെ, ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിലിണ്ടർ, എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിലിണ്ടർ ഇല്ലേ, എൻക്ലോസ്ഡ് ആയിട്ടുള്ള സിലിണ്ടറിനകത്തേക്ക് രണ്ടോ അതിലധികമോ എന്താണ് ഒരു നോൺ റിയാക്ടിങ് ഗ്യാസ് ഇട്ടേക്കുക. എന്താണ്, ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള സിലിണ്ടർ ആണ്. ആ എൻക്ലോസ്ഡ് ആയിട്ടുള്ള സിലിണ്ടറിനകത്ത് എന്താണ് രണ്ടോ അതിലധികമോ എന്താണ് നോൺ റിയാക്ടിങ് ഗ്യാസ് എടുക്കുവാണ് ഇല്ലേ. എന്താണ്, ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള സിലിണ്ടർ ഉണ്ട്, അതിനകത്ത് എന്താണ് രണ്ടോ അതിലധികമോ എന്താണ് ഗ്യാസ് എടുക്കുവാണ്. ഇതിന്റെ വോളിയം ടെമ്പറേച്ചർ എന്താണ് സെയിം ആണ്. അങ്ങനെയാണ് ഈ അതിനകത്ത് ഇട്ടേക്കുന്ന ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് വെച്ചാൽ ടോട്ടൽ പ്രഷർ എന്തായിരിക്കും, പാർഷ്യൽ പ്രഷറിന്റെ സം എന്ന് വെച്ചാൽ എന്തായിരിക്കും, ടോട്ടൽ പ്രഷർ എന്തായിരിക്കും, ഈക്വൽ ആണെന്നാണ് എന്ത് പറയുന്നത്, ഡാൾട്ടൺ ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പറയുന്നത്. മക്കളെ ശ്രദ്ധിക്കുക, ഒന്നും കൂടെ പറയാം. എന്താണ്, ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള സിലിണ്ടറിന്റെ അകത്തേക്ക് രണ്ടോ അതിലധികമോ നമ്മൾ എന്ത് എടുക്കുവാണ്, നോൺ റിയാക്ടിങ് ഗ്യാസ് എടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ വോളിയം ടെമ്പറേച്ചർ എന്താണ് സെയിം ആണ്. ഈ സിലിണ്ടർ 5 ലിറ്റർ വോളിയം ആണ്, അതിനകത്ത് ടെമ്പറേച്ചർ എന്താണ് സെയിം ആണ് അല്ലെ. അപ്പൊ ഈ നോൺ റിയാക്ടിങ് ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷറിന്റെ സം എന്തിന് ഈക്വൽ ആയിരിക്കും, ടോട്ടൽ പ്രഷറിന് ഈക്വൽ ആണെന്നാണ് ആര് പറയുന്നത്, ഡാൾട്ടൺ ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ശ്രദ്ധിച്ചോ, എന്താ ഡാൾട്ടൺ ലോ ഓഫ് ദിസ് ലോ ഡീൽസ് വിത്ത് ദ പ്രഷർ എക്സ്റ്റേറ്റഡ് ബൈ എ മിക്സ്ചർ ഓഫ് നോൺ റിയാക്ടിങ് ഗ്യാസ് ഇല്ലേ. നോൺ റിയാക്ടിങ് ഗ്യാസിന്റെ കേസിൽ മാത്രമേ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യത്തുള്ളൂ, ഡാൾട്ടൺ ലോ ഓഫ് പാർഷ്യൽ പ്രഷർ അപ്ലൈ ചെയ്യത്തുള്ളൂ. കിട്ടുന്നുണ്ടോ മക്കളെ? അപ്പൊ ശ്രദ്ധിച്ചോളാം, നമുക്കറിയാം എന്താണ് ഇറ്റ് മേ ബി സ്റ്റേറ്റഡ് ദാറ്റ് ദ പ്രഷർ എക്സൈറ്റഡ് ബൈ എ മിക്സ്ചർ ഓഫ് 2 or more non-reacting gas enclosed in a definite volume is equal to the sum of the partial pressure of the component gases ഇല്ലേ. അത് ഞാൻ പറഞ്ഞാണ്, ഒരു എൻക്ലോസ്ഡ് ആയിട്ട് സിലിണ്ടറിനകത്ത് രണ്ടോ അതിലധികമോ നോൺ റിയാക്ടിങ് ഗ്യാസ് ഇടുവാണ്. അതിന്റെ അതിന്റെ ടോട്ടൽ പ്രഷർ എന്ന് വെച്ചാൽ സം ഓഫ് എന്തായിരിക്കും, പാർഷ്യൽ പ്രഷർ ആയിരിക്കും എന്നാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാൾട്ടൺ ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പറയുന്നത്. ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞാണ്. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്കറിയാം ഒരു സിലിണ്ടർ എന്താണ്, ഒരു സിലിണ്ടർ ആണ്. ഓക്കെ, ഒരു സിലിണ്ടർ ആണ്, എൻക്ലോസ് ചെയ്തേക്കുക. ഇതിന്റെ അകത്ത് കുറെ ഗ്യാസ് ഇട്ടേക്കുക, 1 2 3 ഒരുപാട് ഗ്യാസ് ഇട്ടേക്കുക. ഓക്കെ, ഒരു സിലിണ്ടർ ആണ് ഇത്, അതിന്റെ അത് എൻക്ലോസ് ചെയ്തേക്കുക. ഇതിന്റെ ടെമ്പറേച്ചർ എന്താണ്, വോളിയം എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ഞാൻ പറഞ്ഞ അല്ലേ. അപ്പൊ എന്താണ്, നമുക്കറിയാം ഇതിന്റെ അകത്ത് കുറെ ഗ്യാസ് ഇട്ടേക്കുവാണ്. ഒന്നാമത്തെ ഇപ്പൊ 1 10 100 ഒരുപാട് ഗ്യാസ് ഉണ്ട്, എല്ലാം നോൺ റിയാക്ടിങ് ഗ്യാസ് ആണ് അല്ലെ. അപ്പൊ ഒന്നാമത്തെ ഗ്യാസിന്റെ പ്രഷർ P1 ആണ്, ഒന്നാമത്തെ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ എന്താണ്, P1 ആണ്. രണ്ടാമത്തെ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ P2 ആണ്. മൂന്നാമത്തെ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ P3 ആണ്. നാലാമത്തേന് P4 ആണ്. ഇങ്ങനെ പോവും. മനസ്സിലായ മക്കളെ? ഒരു സിലിണ്ടറിന്റെ അകത്ത് കുറെ നോൺ റിയാക്ടിങ് ഗ്യാസ് ഇട്ടേക്കുവാണ്. അങ്ങനെ നോൺ റിയാക്ടിങ് ഗ്യാസ് ആകുമ്പോൾ ഒന്നാമത്തെ ഗ്യാസിന്റെ പ്രഷർ എന്താ, പാർഷ്യൽ പ്രഷർ P1, രണ്ടാമത്തെ P2, മൂന്നാമത്തെ P3, നാലാമത്തെ P4 ഇങ്ങനെ പോകും അല്ലെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രഷർ P എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ നേരത്തെ പറഞ്ഞാണ്, എന്താണ്, സം ഓഫ് പാർഷ്യൽ പ്രഷർ. പാർഷ്യൽ പ്രഷറിന്റെ സം ആയിരിക്കും എപ്പോഴും എന്ത്, ടോട്ടൽ പ്രഷർ. ഇവിടെ നമുക്കറിയാം ഒന്നാമത്തെ എന്താണ്, P1 ആണ്, പ്ലസ് P2 ആണ്, പ്ലസ് P3 ആണ്. എന്നിട്ട് ഇങ്ങനെ അങ്ങ് പോകും. മനസ്സിലായി? അപ്പം പാർഷ്യൽ പ്രഷർ P1 പ്ലസ് P2 പ്ലസ് P3 ഇങ്ങനെ അങ്ങ് പോകും. ഇനി ശ്രദ്ധിക്കുക, ക്ലിയർ ആയ മക്കളെ? ഇനി ശ്രദ്ധിക്കാം, നമുക്കറിയാം എന്താണ് ഫോർ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ഫോർ ശ്രദ്ധിക്കുക, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. എന്താ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പറയുന്നത്, PV equal to nRT. എന്താണ് PV equal to എന്താണ് nRT എന്നാണ് എന്ത് പറയുന്നത്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു എന്താണ്, PV equal to nRT ആണ്. ശ്രദ്ധിക്കുക, നമുക്കറിയാം ഇവിടെ നമുക്കറിയാം എന്താണ്, ഒന്നാമത്തെ ഗ്യാസിന്റെ പ്രഷർ പാർഷ്യൽ പ്രഷർ P1 ഉം വോളിയം V ആണ്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് N1, ടെമ്പറേച്ചർ T ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? T ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ രണ്ടാമത്തെ ഗ്യാസ് ആകുമ്പോൾ അതിന്റെ പാർഷ്യൽ പ്രഷർ P2 ആണ്, വോളിയം V ആണ്, നമ്പർ ഓഫ് മോൾസ് N ആണ്.
N1 ആണ്, ടെമ്പറേച്ചർ T ആണ്. ഓക്കെ, T ആണ്. അപ്പൊ നമുക്കറിയാം. അപ്പൊ എങ്ങനെ വരും ഈക്വേഷൻ പ്രകാരം ആദ്യം എങ്ങനെ വരും? ഒന്നാം കേസ് P1 അല്ലേ, V, കാരണം വോളിയം എന്താണ്, റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ് അല്ലേ, V ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് N1 ആണ്, RT ആണ്. ക്ലിയർ ആയോ? ഇനി ശ്രദ്ധിക്കുക, രണ്ടാമത്തെ എന്താണ്, P2 ഇല്ലേ, P2 V അല്ലെ ഈസ് ഈക്വൽ ടു N2 RT എന്ന് വരും. ക്ലിയർ ആയി? ഇനി ശ്രദ്ധിക്കുക, അപ്പൊ ഈ ക്വസ്റ്റൻ ഇങ്ങനെ എഴുതാലോ. ഇവിടുന്ന് P1 അങ്ങനെ, P1 ഈസ് ഈക്വൽ ടു എന്താണ്, P1 ഈസ് ഈക്വൽ ടു എന്ത് വരും, P1 ഈസ് ഈക്വൽ ടു N1 RT ബൈ എന്താണ്, N1 RT ബൈ എന്താണ്, V വരും. ക്ലിയർ ആയോ? ഇവിടെ P2 എന്ത് വരും, P2 പറ, N2 RT ബൈ എന്താണ്, V എന്ന് വരും. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ശ്രദ്ധിക്കുക, നമുക്കറിയാം ടോട്ടൽ പ്രഷർ എങ്ങനെയാ, P1 പ്ലസ് എന്താണ്, P2. മനസ്സിലായോ? ഒന്നാമത്തെ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ ആണ്, അതാണ് അതിന് P1 V1 N1 RT, P2 V N1 N2 RT. അങ്ങനെ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കും, P ഈസ് ഈക്വൽ ടു P1 പ്ലസ് എന്താണ്, P2. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ശ്രദ്ധിക്കുക, നമുക്കറിയാം ഇവിടെ P1 എത്ര മക്കളെ, P1 പറ, കണ്ടുപിടിക്കുക, P1 എത്ര, N1 RT പറ, N1 RT ബൈ V അല്ലെ, പ്ലസ് എന്താണ്, N2 RT ബൈ V അല്ലെ, N1 RT ബൈ V പ്ലസ് N2 RT ബൈ V അല്ലെ. ഇവിടെ നമുക്ക് എന്ത് കോമൺ എടുക്കാം, P ഈക്വൽ ടു P1 പ്ലസ് P2 അല്ലെ, സീക്വൽ ടു ഇങ്ങോട്ട് നോക്കാം. ഇവിടുന്ന് കോമൺ എന്തെടുക്കാം, RT ബൈ V, രണ്ടിലും ഒന്നുണ്ട്, RT ബൈ V, ഇത് രണ്ടും എന്താണ്, അതെ ഇങ്ങനത്തെ N1 പ്ലസ് എന്താണ്, N1 പ്ലസ് N2 ഈസി ഇൻറ്റു എന്താണ്, വാക്കുള്ള RT ബൈ V എന്ന് വരും അല്ലെ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഒക്കെ തന്നിട്ട് ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആൻസർ എന്താണ്, N1 പ്ലസ് ഇക്വേഷൻ ആണെന്ത്, N1 പ്ലസ് N2 RT ബൈ V എന്ന് പറയും. ക്ലിയർ ആയ മക്കളെ? ഇനി നമുക്ക് ഇത് ടോട്ടൽ പ്രഷർ, ഇനി നമുക്ക് ടോട്ടൽ പ്രഷർ അല്ല, പാർഷ്യൽ പ്രഷർ എന്താണ്, പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. പാർഷ്യൽ പ്രഷർ എന്താണ്, പാർഷ്യൽ പ്രഷർ ചോദിച്ച ഇക്വേഷൻ ഇത്രേ ഉള്ളൂ, മോൾ ഫ്രാക്ഷൻ എന്താണ്, മോൾ ഫ്രാക്ഷൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചതാണ്, മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ. അപ്പൊ എന്താണ്, ടോട്ടൽ പ്രഷർ വന്നിട്ട് പാർഷ്യൽ പ്രഷർ ആണ് ചോദിക്കുന്നതെങ്കിൽ, എന്താണ് ടോട്ടൽ പ്രഷർ വന്നിട്ട് പാർഷ്യൽ പ്രഷർ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ. എങ്ങനെയാ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത്? ഇപ്പൊ ഉദാഹരണം പറയാണ്, ഒരു നോൺ റിയാക്ടിങ് ഗ്യാസ് ആണ്, എന്താണ് എയും ബിയും എന്താണ്, നോൺ റിയാക്ടിങ് ഗ്യാസ് ആണ്. എന്താണ് എയും ബിയും എന്താണ്, നോൺ റിയാക്ടിങ് ഗ്യാസ് ആണ്. അങ്ങനെ നോക്കാം, മോൾ ഫ്രാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണെന്ത്, എക്സ്. എക്സ് കൊണ്ടാണ് നമ്മൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, മോൾ ഫ്രാക്ഷനെ റെപ്രസെന്റ്. അപ്പം ശ്രദ്ധിക്കാം, എയും ബിയും എന്താണ്, എയും ബി എന്താണ്, എയും ബിയും രണ്ട് നോൺ റിയാക്ടിങ് ഗ്യാസ് ആണ് ഇല്ലേ. എക്സ് ആണ് എന്ത് ചെയ്യുന്ന, മോൾ ഫ്രാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്താണ്, എക്സ് ആണ് ഇല്ലേ. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ശ്രദ്ധിച്ചോ, എക്സ് എയുടെ മോൾ ഫ്രാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ബൈ ടോട്ടൽ നമ്പർ ഓഫ് നോൺ റിയാക്ടിങ് ഗ്യാസ് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. നമ്മളത് ഫസ്റ്റ് ചാപ്റ്ററിനായിട്ട് പഠിച്ചു കാണും. അപ്പോട്ടെ, അപ്പം ഇതാണ് എന്ത്, പാർഷ്യൽ പ്രഷറും ടോട്ടൽ. പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഇൻറ്റു എന്താണ്, ടോട്ടൽ പ്രഷർ ആണ്. ക്ലിയർ? അത് നമുക്ക് ഇതിന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിന്റെ ഒരു 3 മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ മാത്സ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. വീണ്ടും പറയണം, എക്സാം അടുത്തിരിക്കുവാണ്, നല്ല രീതിയിൽ എല്ലാ ചാപ്റ്ററും എന്താണ് റിവൈൻഡ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്താണ് ക്ലാസ്സിലോട്ട് കിടക്കാം, ആ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ ചെയ്യുക, എന്താണ് ക്വസ്റ്റ്യൻ പറയാം, വാട്ട് വിൽ ബി ദ പ്രഷർ എക്സ്റ്റേറ്റഡ് ബൈ എ മിക്സ്ചർ ഓഫ് 3.2 gram methane and 4.4 gram of carbon dioxide containing in a 9 dm cube.
ഫ്ലാസ്ക് അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ്. പറഞ്ഞത് ഇതാണ്, ഒരു കണ്ടെയ്നർ ഒരു സിലിണ്ടറിന്റെ അകത്തേക്ക് എന്താണ് മീഥേനും ആ സിലിണ്ടറിന്റെ വോളിയം എന്താണ് 9 dm³ ആണ്. അതിന്റെ അകത്ത് എന്തൊക്കെയാണ് മീഥേനും അതുകൂട്ട് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡും നിറച്ചിരിക്കുന്നു. അപ്പോൾ അതിന്റെ ടെമ്പറേച്ചർ പറഞ്ഞ് 27 ഡിഗ്രി സെൽഷ്യസ്. ആ മീഥേന്റെ മാസ് കൊടുത്തിട്ടുണ്ട് 3.2 ഗ്രാം, കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് കൊടുത്തിട്ടുണ്ട് 4.4 ഗ്രാം. അങ്ങനെയാണെങ്കിൽ അവിടെ കൊടുത്ത ടോട്ടൽ പ്രഷർ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കുന്നതാണ് P1 പ്ലസ് P2 ആണ്. ആദ്യം P1 കണ്ടുപിടിക്കണം, അത് കഴിഞ്ഞ് എന്ത് കണ്ടുപിടിക്കണം, P2 കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കുക, നമുക്കറിയാം, ശ്രദ്ധിക്കുക, കൊടുത്തേക്കുന്നത് എന്താണ് 3.2 ഗ്രാം മീഥേൻ. കൊടുത്ത സാധനങ്ങൾ ഞാൻ സൈഡിലോട്ട് എഴുതുവാണ് അല്ലെ. 4.4 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്, എന്താണ് 3.2 ഗ്രാം മീഥേൻ, 4.4 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. മനസ്സിലായ മക്കളെ? അപ്പൊ ഇനി അടുത്ത പറയുന്നത് വോളിയം 9 dm³. എത്ര? 9 dm³. ടെമ്പറേച്ചർ എത്ര? ടെമ്പറേച്ചർ 27 ആണ്. അത് എന്തിലേക്ക് മാറ്റണം? കെൽവിനിലേക്ക് മാറ്റണം. 300 കെൽവിൻ ഇല്ലേ? ഇനി എന്ത് ചെയ്യണം? ഈ മീഥേന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും മാസ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അതിനെന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് അല്ലെ. ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. ഇവിടെ ഗിവൺ മാസ് രണ്ടിന്റെ കേസിലും തന്നിട്ടുണ്ട് ഇല്ലേ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിലും മീഥേന്റെ കേസിലും നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഗിവൺ മാസ്. പക്ഷെ എന്താ തന്നില്ല? നമ്പർ ഓഫ് മോൾസ്, സോറി, മോളിക്കുലാർ മാസ് തന്നിട്ടില്ല. നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്കറിയാം, ആദ്യം ഞാൻ CH4ന്റെ മോളിക്കുലാർ മാസ്, ഇവിടെ കാർബൺ എത്ര ഉണ്ട്? 1 അല്ലെ. കാർബണിന്റെ മാസ് 12 പ്ലസ് ഹൈഡ്രജൻ 1, ഹൈഡ്രജന്റെ മാസ് 4 അല്ലെ. 12 പ്ലസ് 1 12, 4 പ്ലസ് 1 4 ഈസ് ഈക്വൽ ടു 16. ക്ലിയർ ആയോ? അങ്ങനെയാണ് നമുക്ക് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണിന്റെ മാസ് 12 ഇവിടെ കാർബൺ 1 × 12 പ്ലസ് ഓക്സിജൻ എന്താണ് 16 × 2 ഈസ് ഈക്വൽ ടു എത്ര? 44. എന്ന് വെച്ചാൽ മീഥേന്റെ മോളിക്കുലാർ മാസ് 16ഉം കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് 44. മനസ്സിലായോ മക്കളെ? ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് 44ഉം മീഥേന്റെ മോളിക്കുലാർ മാസ് 32മാണ്. സോറി 16മാണ്. ഇനി ഇതിനെല്ലാം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. അങ്ങനെ നമ്പർ NCH4 മീഥേന്റെ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കും? പറ. ഗിവൺ മാസ് എത്ര? 3.2 ആണ് ബൈ മോളിക്കുലാർ മാസ് 16 ഈസ് ഈക്വൽ ടു 0.2. കിട്ടുന്നുണ്ടോ മക്കളെ? അങ്ങനെയാണെങ്കിൽ അടുത്തയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾസ്. ഗിവൺ മാസ് എത്ര? ഗിവൺ മാസ് 44 ബൈ മോളിക്കുലാർ മാസ് 4.4, മോളിക്കുലാർ മാസ് 44 ഈസ് ഈക്വൽ ടു 0.1. ഇനി നോക്കാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം PV equal to nRT അല്ലേ. PV equal to nRT ആണ്. ഇവിടെ P equal to എന്ത് വരും? nRT by എന്താണ്? V എന്ന് വരും. കിട്ടുന്നുണ്ടോ മക്കളെ? നമുക്കറിയാം P എന്ന് പറയുന്നത് മീഥേന്റെ പാർഷ്യൽ പ്രഷർ, N മീഥേന്റെ നമ്പർ ഓഫ് മോൾസ്, RT by V. by എന്താണ്? V എന്താണ്? V ആണ് അല്ലേ. ശ്രദ്ധിച്ചോണം. PCH4 അല്ലേ. നമുക്കറിയാം PCH4 ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് CH4ന്റെ നമ്പർ ഓഫ് മോൾസ് എന്താണ്? 0.2 ഇൻറ്റു ആറിന്റെ വില 0.083 ഇൻറ്റു ടെമ്പറേച്ചർ
300 ബൈ വോളിയം 9. വോളിയം 9 ഈസ് ഈക്വൽ ടു ആൻസർ 0.553 ബാർ എന്ന് വരും. ഇതാണ് പാർഷ്യൽ പ്രഷർ ഓഫ് എന്ത്? പാർഷ്യൽ പ്രഷർ ഓഫ് എന്ത്? പാർഷ്യൽ പ്രഷർ ഓഫ് എന്ത്? മീഥേൻ. ഇനി നമുക്ക് അടുത്ത എന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് എന്ത് കണ്ടുപിടിക്കണം? കാർബൺ ഡയോക്സൈഡ് കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കുക, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്. മക്കളെ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതുകൂട്ട് തന്നെ എന്താണ്? N കാർബൺ ഡയോക്സൈഡ് പ്ലസ് RT ബൈ V എന്ന് വരും. ഇവിടെ N കാർബൺ ഡയോക്സൈഡ് നമ്പർ ഓഫ് മോൾസ് എത്ര? 0.1 ഇൻറ്റു R 0.083 T 300 ബൈ 9 ബൈ 9 എന്താണ്? 0.276. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ പ്രഷർ. ടോട്ടൽ പ്രഷർ TP എന്ന് വെച്ചാൽ ടോട്ടൽ പ്രഷർ എന്ന് കണ്ടുപിടിക്കും. പാർഷ്യൽ പ്രഷർ ഓഫ് മീഥേൻ പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് അല്ലെ. ഇവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് മീഥേൻ എത്ര? പാർഷ്യൽ പ്രഷർ ഓഫ് മീഥേൻ നമ്മൾ കണ്ടുപിടിച്ചതാണ് 0.553 പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് 0.276 ഈസ് ഈക്വൽ ടു ആൻസർ 0.829 ബാർ എന്ന് വരും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ പ്രോബ്ലം. എളുപ്പമാണ്, നിങ്ങൾ മാക്സിമം ഇത് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കാം, വാട്ട് വിൽ ബി ദ പ്രഷർ ക്വസ്റ്റ്യൻ കടക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. 2 liter ഓഫ് ഓക്സിജൻ അറ്റ് 0.7 ബാർ ആൻഡ് 0.5 liter ഓഫ് നൈട്രജൻ അറ്റ് 0.8 ബാർ are put together in a flask. ഫ്ലാസ്കിന്റെ വോളിയം 1 liter ആണ്. at the same temperature. What is the final pressure of the mixture in the gas in the flask? ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു സിലിണ്ടർ, അതിന്റെ വോളിയം, അതിന്റെ ഒരു ഫ്ലാസ്ക്, അതിന്റെ വോളിയം 1 liter ആണ്. അതിന്റെ അകത്തേക്ക് എന്താണ്? 2 liter വോളിയമുള്ള ഓക്സിജനും അപ്പൊ ആ ഓക്സിജന്റെ പ്രഷർ 0.7 ബാർ ആണ്. 0.5 liter വോളിയമുള്ള നൈട്രജൻ, അതിന്റെ പ്രഷർ 0.8 ആണ്. പക്ഷെ നമുക്ക് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് ഏത് നിയമമാണ്? ബോയിൽ നിയമം. എന്താണ് ഇത്? ബോയിൽ നിയമം വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുക. കാരണം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. എന്താണ്? 2 liter ഓഫ് ഓക്സിജൻ അറ്റ് 0.7 ബാർ and 0.5 liter of nitrogen at 0.8 bar are put together in a flask of 1 liter capacity at the same temperature. Temperature same ആണ്. Temperature constant ആണെങ്കിൽ ആ നിയമമാണെന്ന് ബോയിൽ നിയമം. What is the final pressure of the gas? ഗ്യാസിന്റെ ഫൈനൽ പ്രഷർ ആണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സിലോട്ട് കടക്കാം, ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ശ്രദ്ധിക്കാം. എന്താണ്? P1 V1 is equal to P2 V2 അല്ലെ. ഇനി എന്താ കൊടുത്തിട്ടുണ്ട് അതിനകത്ത്? നമുക്കറിയാം P1 എത്ര ലിറ്റർ ഓക്സിജൻ പറഞ്ഞ്? 2 liter അല്ലേ? ഓക്സിജൻ എത്രയാണ്? 2 liter. അടുത്തയാണ് V1. ഓക്സിജന്റെ വോളിയമാണ് P1 എത്ര പറഞ്ഞിട്ടുണ്ട്? 2 liter ഓഫ് ഓക്സിജൻ അറ്റ് 0.7 ബാർ അല്ലെ. അപ്പൊ എന്താണ്? 0.7 ബാർ ആണ് P1. അങ്ങനെയാണ് V1 ആണ് നമുക്കറിയാം 2 liter. അങ്ങനെയാണെങ്കിൽ നമുക്ക് V2 കൊടുത്തിട്ടുണ്ട്. ആ സിലിണ്ടറിന്റെ വോളിയം എന്താണ്? 1 liter ആണ് അല്ലെ. അങ്ങനെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? P2. അടുത്ത P2. ഈ P2 എന്ന് വെച്ചാൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണ് കേട്ടോ. ഈ P2 എന്ന്, അപ്പൊ ഇവിടുന്ന് P2 ഈക്വൽ ടു P2 എന്ന് വെച്ചാൽ എന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? P2 കണ്ടുപിടിക്കാം. ഈ V2 ഇവിടെ P1 ബൈ V2 എന്ന് വരും. ഇവിടെ P1 എത്ര? 0.7 അല്ലെ. V1 എത്ര? 2 ബൈ V2 എത്ര? 1.
അപ്പൊ ആൻസർ എത്ര വരും? ആൻസർ ഈസ് 1.4. എത്ര? ആൻസർ ഈസ് 1.4 എന്ന് വരും. 1.4 അല്ലെ? അടുത്തയാണ് നോക്കി അടുത്ത നൈട്രേറ്റ് കണ്ടുപിടിക്കാം. നൈട്രേറ്റിനെ കൊടുത്തിട്ടുള്ളത് എന്താണ്? സെയിം ഇക്വേഷൻ ആണ്. P1 V1 is equal to P2 V2. നമുക്ക് കണ്ടുപിടിക്കുന്നത് P2 ആണ്. P2 എന്താണ്? P2 നൈട്രജൻ, പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ എങ്ങനെ വരും? P1 V1 by എന്താണ്? V2 എന്ന് വരും. വരത്തില്ല മക്കളെ. അപ്പൊ ഇതിനെ അങ്ങനെ കണ്ടുപിടിക്കും. അതിന്റെ P1 ഓക്സിജന്റെ നൈട്രജന്റെ P1 എന്ന് പറയുന്നത് 0.8 ബാർ, V1 0.5 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ V2 1 P2 കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഇട്ട് കൊടുത്താൽ മതി. P1 എത്ര? 0.8 ഇൻറ്റു V1 എത്ര? 0.5 ലിറ്റർ ബൈ V2 എത്ര? 1 ഈസ് ഈക്വൽ ടു 0.4 ഈസ് ഈക്വൽ ടു 0.4 ഇല്ലേ? അങ്ങനെ ടോട്ടൽ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കും? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ. ഇവിടെ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ എത്രയാണ്? 1.4 അല്ലേ? പ്ലസ് 0.4 ആണ് നൈട്രജൻ അല്ലേ? ഈസ് ഈക്വൽ ടു ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1.8 ആണ് ടോട്ടൽ പ്രഷർ. 1.8 ആണ്. ഇനി നമുക്ക് അടുത്ത ഒരു പ്രോബ്ലത്തിലൂടെ കടക്കാം. ശ്രദ്ധിക്കുക. അടുത്തൊരു പ്രോബ്ലത്തിലൂടെ കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു മിനിറ്റ് ക്വസ്റ്റ്യൻ പറയാം. ക്വസ്റ്റ്യൻ ഇതാണ്. ശ്രദ്ധിക്കാം. എ മിക്സ്ചർ ഓഫ് H2 ആൻഡ് O2. H2 ഒരു മിക്സ്ചർ ആണ് H2O2 at 1 bar pressure containing 20% weight of hydrogen. നമുക്കൊരു മിക്സ്ചർ എപ്പോഴും 100% ആയിരിക്കും. ആ 100% 20% എന്തായിരിക്കും? ഹൈഡ്രജൻ എങ്കിൽ ബാക്കി എത്ര ശതമാനം ഉണ്ട്? 80% ആയിരിക്കും ഓക്സിജൻ അല്ലേ? അപ്പൊ ഒന്നുകൂടെ എ മിക്സ്ചർ of hydrogen and oxygen at 1 bar pressure containing 20% by weight of hydrogen. Calculate the partial pressure of hydrogen. ഹൈഡ്രജന്റെ പാർഷ്യൽ പ്രഷർ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ടോട്ടൽ പ്രഷർ? നമുക്ക് തന്നിട്ടുണ്ട് 1 ബാർ തന്നിട്ടുണ്ട്. പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? മോൾ ഫ്രാക്ഷൻ. ഇവിടെയാണ് നമുക്ക് എന്തിൽ ഉപയോഗം? മോൾ ഫ്രാക്ഷന്റെ ഉപയോഗം. മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ 1 ബാർ എന്ന് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട് ഇല്ലേ? അപ്പൊ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഒരു മിക്സ്ചർ ആണ്. ആ മിക്സ്ചറിന്റെ അകത്ത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന നോൺ റിയാക്ടിങ് ഗ്യാസ് ആയ ഒരു മിക്സ്ചർ ആണ്. അതിന്റെ അകത്ത് ഹൈഡ്രജൻ 20% മൊത്തം ആ മിക്സ്ചർ എത്ര? 100% അല്ലേ? ടോട്ടൽ മിക്സ്ചർ എത്ര? ആ മിക്സ്ചറിന്റെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 100 ആണ്. ലെറ്റ് അപ്പൊ എന്താണ് വെയിറ്റ് ഓഫ് ദ മിക്സ്ചർ? ലെറ്റ് വെയിറ്റ് ഓഫ് ദ മിക്സ്ചർ എന്താണ്? ആ മിക്സ്ചറിന്റെ അകത്തുള്ള മിക്സ്ചറിന്റെ വെയിറ്റ് എത്ര? 100 ആണ്. അതിന്റെ അകത്ത് ഹൈഡ്രജൻ എത്ര ആണ്? 20 ഗ്രാം. 20% നമുക്ക് 20 ഗ്രാം എന്ന് കൊടുക്കാം. അപ്പൊ ഓക്സിജൻ എത്ര? 80 ഗ്രാം. ടോട്ടൽ പ്രഷർ നമുക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് ഒരു ബാർ. അങ്ങനെയാണെങ്കിൽ പാർഷ്യൽ പ്രഷർ നമ്മൾ എങ്ങനെ പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞാണ് പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്താണ് പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്? എന്താണ് പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ. ഇനി മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ എല്ലാം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം അല്ലെ? നമുക്കറിയാം ഇവിടെ ഹൈഡ്രജന്റെ നമ്പർ ഓഫ് മോൾസ്. ഇവിടെ ഹൈഡ്രജൻ 2 ഇല്ലേ മക്കളെ? ഹൈഡ്രജന്റെ നമ്പർ ഓഫ് മോൾസ് 2 ആണ്. അപ്പൊ 1 ഇങ്ങനെ 1 ഇൻറ്റു 2 ഈസ് ഈക്വൽ 2 അല്ലെ? ഓക്സിജന്റെ നമ്പർ ഓഫ് മോൾസ് എത്ര? ഓക്സിജന്റെ നമ്പർ ഓഫ് മോൾസ് ഇവിടെ 80 അല്ലേ? ഓക്സിജൻ നമ്പർ ഓഫ് മോൾസ് 16 ഇൻറ്റു 2 32 എന്ന് വരും. മനസ്സിലാവുന്ന മക്കളെ? 32 എന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നമ്പർ ഓഫ് മോൾസ് ആദ്യം കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജന്റെ ഗീവൻ മാസ് എത്ര? 20 അല്ലേ? ആണല്ലോ. 20 ആണോ മക്കളെ? ശ്രദ്ധിക്ക്, 20 ആണോ? ആണ്. പറ കണ്ടുപിടിക്കുന്നത് നമുക്ക് പറ 20 അല്ലേ? 20 ബൈ ഹൈഡ്രജന്റെ മോളിക്കുലാർ മാസ്. പറ മക്കളെ എത്ര?
2 ഈസ് ഈക്വൽ ടു എത്ര വരും? ഈസ് ഈക്വൽ ടു 10 എന്ന് വരും. ഈസ് ഈക്വൽ ടു എന്താണ്? 10 എന്ന് വരും. ക്ലിയർ ആയി? ഈസ് ഈക്വൽ ടു എന്താണ്? 10 എന്ന് വരും അല്ലേ? അങ്ങനെയാണ് അടുത്ത ഓക്സിജന്റെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ അല്ലേ? നമുക്കറിയാം ഓക്സിജൻ എത്ര? ഗിവൺ മാസ് 80 ആണ്. ഓക്സിജന്റെ മോളിക്കുലർ മാസ് പറ 32/32 ഈസ് ഈക്വൽ ടു 2.5 അല്ലേ? നമുക്ക് ആദ്യം മോൾ ഫ്രാക്ഷൻ എക്സ്, മോൾ ഫ്രാക്ഷൻ ഓഫ് ഹൈഡ്രജൻ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ അല്ലേ ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് മിസ്റ്റർ അല്ലേ? അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് O2. ക്ലിയർ ആയോ? അപ്പൊ എന്ത് വരും? NH2 എത്ര? 10 അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ 10 ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ 10 പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ 2.5 ഈസ് ഈക്വൽ ടു 10/12.5. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പറഞ്ഞ എന്താണ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ പ്രഷർ തന്നിട്ടുണ്ട്. എത്ര? 1 ടോട്ടൽ പ്രഷർ എത്ര? 1 ടോട്ടൽ പ്രഷർ എത്ര? 1. അപ്പൊ എങ്ങനെയാണ് നമുക്ക് എന്താണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ എങ്ങനെ കണ്ടുപിടിക്കും? പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം മോൾ ഫ്രാക്ഷൻ ഇതല്ലേ? മോൾ ഫ്രാക്ഷൻ 10/12.5 ഇൻറ്റു ടോട്ടൽ പ്രഷർ എത്ര? 1 അല്ലേ? ഈസ് ഈക്വൽ ടു 0.8 ആണെന്ത് പാർഷ്യൽ പ്രഷർ ഓഫ് എന്താണ് ഹൈഡ്രജൻ. ശരിക്കും എന്താ പാർഷ്യൽ പ്രഷർ എന്ന് വെച്ചാൽ ടോട്ടൽ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കും? പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ പ്ലസ് എന്താണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ അല്ലേ? ഇവിടെ നമുക്ക് ടോട്ടൽ പ്രഷർ തന്നിട്ടുണ്ട്. എത്രയാണ്? 1. ഹൈഡ്രജന്റെ പാർഷ്യൽ പ്രഷർ നമ്മൾ കണ്ടുപിടിച്ച് 0.8 ആണ്. അങ്ങനെയാണെങ്കിൽ O2 ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഇന്ത്യയോട് വരുമ്പോൾ P പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.8 ഈസ് ഈക്വൽ ടു 0.20. ക്ലിയർ ആയോ? ഇതാണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസ് അഥവാ അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് മൈക്രോസ്കോപ്പിക് മോഡൽ ഓഫ് ഗ്യാസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് പ്രപ്പോസ് ചെയ്ത 2 സയന്റിസ്റ്റ് ആണ്. ഒന്ന് ബോൾട്സ്മാനും രണ്ടാമത്തെയാണ് മാക്സ്വെൽ. അതൊക്കെ മാക്സ്വെല്ലും ബോൾട്സ്മാനുമാണ് ഈ തിയറി പ്രപ്പോസ് ചെയ്തത്. അതിന്റെ പോസ്റ്റുലേറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? കടക്കാം. നമുക്കറിയാം ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് ഞാൻ വായിക്കാം. ഓൾ ഗ്യാസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ് ആർ കോൾഡ് മോളിക്യൂൾസ്. എല്ലാ ഗ്യാസും നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ്. അതിനെ പറയുന്ന പേരാണ് മോളിക്യൂൾസ്. എന്താ പറയുക? ഓൾ ഗ്യാസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ് കോൾഡ് മോളിക്യൂൾസ്. എല്ലാ ഗ്യാസും നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ പദാർത്ഥമായ എന്തുകൊണ്ടാണ് പാർട്ടിക്കിൾസ് ആയ എന്താണ് മോളിക്യൂൾസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെയാണ് ദ മോളിക്യൂൾസ് ആർ സെപ്പറേറ്റഡ് ഫ്രം വൺ അനദർ ബൈ ലാർജ് ഡിസ്റ്റൻസ്. നമുക്ക് ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. ഇതൊരു ബീക്കറാണ്. ഇതിനകത്ത് കുറച്ച് ഗ്യാസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുവാണ്. നമുക്ക് ഈ ഗ്യാസിലെ മോളിക്യൂൾസ് തമ്മിൽ എന്താണ് ലാർജ് ഡിസ്റ്റൻസ് ആണ് അല്ലെ? കാരണം അകലം എന്താണ് വളരെ കൂടുതലാണ്. ദ മോളിക്യൂൾസ് ആർ സെപ്പറേറ്റഡ് from one another by large distance so that the actual volume of the molecules is negligible by compared to the total volume. ഈ ഗ്യാസിന്റെ മൊത്തം വോളിയത്തെ അപേക്ഷിച്ച് ഈ ഓരോ മോളിക്യൂൾസിന്റെ വോളിയം എന്താണ്? നെഗ്ലിജിബിൾ ആണ്. കാരണം ലാർജ് ഡിസ്റ്റൻസിലാണ് എന്ത് ചെയ്തേക്കുന്നത്? ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പൊ 2 പോയിന്റ് ഒന്നും കൂടെ പറയാം. എന്താണ് കൈനറ്റിക് തിയറി ഓഫ് മോളിക്കുലർ തിയറിയുടെ പോസ്റ്റുലേഷൻ? ഒന്നാമത് എന്താ? എല്ലാ ഗ്യാസും നിർമ്മിച്ചിരിക്കുന്ന എക്സ്ട്രീംലി ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? മോളിക്യൂൾസ് കൊണ്ടാണ്. രണ്ടാമത്തെയാണ് ദ മോളിക്യൂൾസ് ആർ സെപ്പറേറ്റഡ് ഫ്രം വൺ അനദർ ബൈ
ലാർജ് ഡിസ്റ്റൻസിലെ ലാർജ് ഡിസ്റ്റൻസിലാണ് ഇവ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ വോളിയം നോക്കുമ്പോൾ ഈ മോളിക്യൂൾസിന്റെ വോളിയം എന്താണ്? negligible ആണ് അല്ലേ. അടുത്തയാണ് മൂന്നാമത്തെ പോസ്റ്റുലേഷൻ. The molecules are in a state of continuous and rapid motion. നമുക്കറിയാം എന്താണ് ഈ ഗ്യാസുകൾ അകന്നാണ്, അതുകൊണ്ട് റാപ്പിഡ് ആയിട്ട് എങ്ങോട്ട് വേണം എന്ത് ചെയ്യും? ഉദാഹരണം നമുക്കറിയാം, ഒരു ഉത്സവപ്പറമ്പ് ഇല്ലേ, ഉത്സവപ്പറമ്പിലേക്ക് നമുക്കറിയാം കുറച്ച് ആളുകൾ നിൽക്കുക അല്ലേ, അതിനകത്തേക്ക് ഒരു ആനയെ നമ്മൾ അഴിച്ചു വിടുക. അപ്പൊ എന്താ സംഭവിക്കും? ഈ ആൾക്കൂട്ടം എന്ത് ചെയ്യും? ഓടും. എങ്ങോട്ടാ? ജീവൻ രക്ഷിക്കാൻ വേണ്ടി എങ്ങോട്ട് വേണമെങ്കിലും എന്ത് ചെയ്യും? ഓടും. അപ്പൊ പരസ്പരം എന്ത് ചെയ്യും? വന്ന് കൂട്ടിയിടിച്ച് എങ്ങോട്ട് വീഴും? മണ്ണിലോട്ട് ഇടിച്ച് വീഴും അല്ലെ. അപ്പം അവിടെ എന്ത് നടക്കുന്നു? ഒരു കൊളീഷൻ നടക്കുന്നുണ്ട്, കൂട്ടിയിടി നടക്കുന്നുണ്ട്. കാരണം എന്താ? ജീവൻ രക്ഷിക്കാൻ വേണ്ടി എങ്ങോട്ട് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യാം? പായം. അതാണ് പറയുന്നത് എന്താണ്? The molecules are in a state of continuous and rapid motion. കണ്ടിന്യൂസ് ആയിട്ടുള്ള റാപ്പിഡ് മോഷനാണ് മോളിക്യൂൾ സഞ്ചരിക്കുന്നത് ഇൻ ഓൾ ഡയറക്ഷൻ. ഞാൻ പറഞ്ഞു ആന അയച്ചുവിടുമ്പോൾ ഉത്സവപ്പറമ്പ് കിടക്കുന്ന ആളുകൾ എന്താണ്? എങ്ങോട്ട് വേണമെങ്കിലും ഓടാം, അങ്ങോട്ട് ഓടാം, ഇങ്ങോട്ട് ഓടാം, എങ്ങോട്ട് വേണമെങ്കിലും കിടന്ന് ഓടാം ഇല്ലേ. എന്താണ്? ഓൾ ഡയറക്ഷൻ. ഡ്യൂറിംഗ് ദെയർ മോഷൻ they keep on collision collide. അപ്പൊ എന്താണ്? പരസ്പരം എന്തെങ്കിലും വന്ന് കൂട്ടിയിടിക്കും വിത്ത് വൺ അനദർ ആൻഡ് ആൾസോ വിത്ത് ദ വാൾ ഓഫ് ദ കണ്ടെയ്നർ. കാരണം ഈ മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടിച്ച് പരസ്പരം കൂട്ടിയിടിച്ചത് എന്ത് ചെയ്യും? ആ കൂട്ടി എങ്ങോട്ട് വന്നിരിക്കാം? ആ ബീക്കറിന്റെ വാളിൽ വന്ന് ഇടിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഉത്സവപ്പറമ്പ് എന്താണ്? കുറച്ച് കൂട്ടം ആളുകൾ നിൽക്കുക, അതിനൊക്കെ നമ്മൾ ആനയെ അടിച്ചുവിടുമ്പോൾ എന്താ സംഭവിക്കുന്നു? ആളുകൾ പരസ്പരം ജീവൻ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടാം, എങ്ങോട്ട് വേണമെങ്കിലും ഓടാം. എന്നിട്ട് പരസ്പരം ഇടിച്ചിട്ട് എന്താണ്? ആ വാളെന്ന് ഉദ്ദേശിച്ച ഭൂമിയെ ചെന്ന് വീഴുവാണ്. അങ്ങനെയാണ് ഈ കേസിലും സംഭവിക്കുന്നത് അല്ലെ. ഈ മൂന്നെണ്ണം ഞാൻ ഒന്നുകൂടെ പറയാം. ഓൾ ഗ്യാസ് ആർ മേഡ് അപ്പ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് extremely small particles is called molecules. The molecules are separated from one another by large distances, so that the actual volume of the molecules is negligible as compared to the total volume. ഞാൻ പറഞ്ഞതാണ് അല്ലേ. The molecules are in a state of continuous rapid motion in all direction. During their motion they keep on colliding with one another and also with the wall of the container. Clear ആയോ? അടുത്ത മൂന്നാമത് molecular collision are പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. അപ്പൊ ഈ കൊളൈഡ് ചെയ്യുന്നതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള കൊളൈഡ് ആണ് അല്ലെ. there is no net lose or gain. അതുകൊണ്ട് തന്നെ എനർജി ലൂസോ ഗെയിനോ ചെയ്യത്തില്ല അല്ലെ. എന്താണ്? there is no net loss or gain of energy in their collision. അതുകൊണ്ട് നടക്കുന്ന എന്താണ്? എനർജി ലൂസോ ഗെയിനോ ഒന്നും ചെയ്യത്തില്ല. however there may be redistribution of energy during the ഈ കൊളിഷന്റെ ഫലമായി എന്താണ്? എനർജി എന്ത് ചെയ്യുന്നു? റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഒന്നും കൂടെ പറയാം, ഈ 4 പോയിന്റ് ശ്രദ്ധിക്കുക. ഒന്നാമത് എന്താ പറഞ്ഞത്? all gas are made up of a large number of extremely small particles are called molecules. The molecules are separated from one another by large distance, so that the actual volume of the molecules is negligible as compared to the total volume of the gas. The molecules are in a state of continuous rapid motion in all direction. During their motion they kept on colliding with one another and also with the wall of the container. നമ്മുടെ ഒരു കണ്ടെയ്നർ ഗ്യാസ് നിറയ്ക്കുവാണ്. ആ ഗ്യാസിന്റെ അകത്ത് എന്താണ്? മോളിക്യൂൾസ് പരസ്പരം ഏത് ഡയറക്ഷനിലും സഞ്ചരിച്ചത് എന്താണ്? കൂട്ടിയിടിച്ചത് എവിടെയാണ്? ആ കണ്ടെയ്നറിന്റെ വാളിൽ വന്ന് കൂട്ടിയിടിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ കാര്യമാണ്, നേരത്തെ പറഞ്ഞാണ്. ആൾക്കൂടത്തിനകത്തേക്ക് ആനനെ വിടുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നു? അവര് പേടിച്ച് ഓടുന്നു. ഓടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പരസ്പരം കൂട്ടിയിട്ട് സംഭവിക്കുന്നു. അന്ന് എവിടെ ഇരിക്കുന്നു? വാളെന്ന് ഉദ്ദേശിക്കുക മണ്ണിൽ ഇരിക്കുന്നു. മണ്ണാണ് വാളെന്ന് ഉദ്ദേശിക്കുക. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തയാണ് എന്താണ്? മോളിക്കുലർ കൊളീഷൻ ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. there is no net loss or gain of energy in their collision. However there may be a redistribution of energy during such collision.
അടുത്തത് നമ്മൾ പറയുമ്പോൾ ഇതിന്റെ അഞ്ചാമത്തെ പോയിന്റ് ആണ് അറ്റ് എനി ഇൻസ്റ്റന്റ് ഡിഫറെന്റ് മോളിക്യൂൾസ് പ്രോസസ് ഡിഫറെന്റ് സ്പീഡ് ഓഫ് ആൻഡ് ഹെൻസ് ഡിഫറെന്റ് എനർജി. നമുക്കറിയാം എന്താ ഈ ഞാൻ പറയാണ് മോളിക്യൂൾസ് വളരെ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഓരോ മോളിക്യൂൾസ് എന്താണ് ഡിഫറെന്റ് എനർജിയാണ്, ഡിഫറെന്റ് സ്പീഡാണ്. ഉദാഹരണം നോക്കാം, ഈ ഒരു ബീക്കറിനകത്തേക്ക് കുറച്ച് ഗ്യാസ് നിർത്തിയിരിക്കുക അല്ലേ. അപ്പൊ ഈ 1 2 3 4 5 6 മോളിക്യൂൾസ് ഉണ്ട്. ഈ മോളിക്യൂൾസിന്റെ സ്പീഡ് അല്ല ഈ മോളിക്യൂൾസിന്, ഇതിന്റെ അല്ല. അപ്പൊ ഓരോ മോളിക്യൂൾസിന് എന്താണ് ഡിഫറെന്റ് സ്പീഡും ഡിഫറെന്റ് എനർജിയാണ്. അതുകൊണ്ട് തന്നെ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ ആ മോളിക്യൂൾസിന്റെ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആയിരിക്കും. എന്താണ് അത് കാരണം? എന്താ ഞാൻ പറഞ്ഞത്, ഓരോ മോളിക്യൂൾസിന് എന്താണ് ഡിഫറെന്റ് സ്പീഡാണ്, ഡിഫറെന്റ് എനർജിയാണ്. അതുകൊണ്ട് തന്നെ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ ആ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്തായിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആയിരിക്കും എന്നാണ് എന്ത് പറയുന്നത്. ഇത്രയാണ് കൈനറ്റിക് തിയറിയുടെ പോസ്റ്റുലേഷൻ. അപ്പൊ ഒന്നുകൂടെ അറ്റ് എനി ഇൻസ്റ്റന്റ് ഡിഫറെന്റ് മോളിക്യൂൾസ് പ്രോസസ് ഡിഫറെന്റ് സ്പീഡ് ആൻഡ് ഡിഫറെന്റ് എനർജീസ്. ഹൗവർ ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പൊ എന്താ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിന്റെ ഒന്നാമത്തെ പോസ്റ്റുലേഷൻ എന്താണ്? എല്ലാ ഗ്യാസ് മോളിക്യൂൾസ് നിർമ്മിച്ചിരിക്കുന്നത് എന്താണ്? ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ്. അതിനെ പറയുന്ന പേരാണ് മോളിക്യൂൾസ്. രണ്ടാമത്തെ എന്താ? ഈ മോളിക്യൂൾസ് എന്താണ് വളരെ അകലത്തെയാണ് എന്ത് ചെയ്തേക്കുന്നത്, അറേഞ്ച് ചെയ്തേക്കുന്നത് അല്ലേ, അറേഞ്ച്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ മോളിക്യൂൾസ് എന്താണ് പരസ്പരം കൂട്ടിയിടിക്കുന്നതാണ്, ആ വാളിൽ വന്ന് കൂട്ടിയിരിക്കുന്നു. അടുത്ത എന്താണ് ഈ ഡിഫറെന്റ് മോളിക്യൂൾസ് എന്താണ്, ഈ ഓരോ മോളിക്യൂൾസ് എന്താണ് ഡിഫറെന്റ് എനർജി ഡിഫറെന്റ് സ്പീഡുമാണ്. അതുകൊണ്ട് തന്നെ ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ.